മാന്നാർ കലാകൊലപാതക കേസിൽ ഒന്നാം പ്രതി അനിലിന്റെ സുഹൃത്തായ ഒരാളെ ചോദ്യം ചെയ്യുന്നു. ഇന്ന് പുലർച്ചെ ഇടുക്കി നെടുങ്കണ്ടത്ത് നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. 15 വർഷങ്ങൾക്ക് മുൻപ് അനിലിനുണ്ടായിരുന്ന ബന്ധങ്ങളെപ്പറ്റിയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിന് വിധേയനാകുന്ന ആൾക്ക് ഇതുമായി എന്തെങ്കിലും നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണോ? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, ഒന്നാം പ്രതിയായ അനിലിന്റെ സുഹൃത്തായ ഒരാളെയാണ് മാന്നാർ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ഇടുക്കി നെടുങ്കണ്ടത്ത് നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. 15 വർഷങ്ങൾക്ക് മുൻപ് അനിലിനുണ്ടായിരുന്ന ബന്ധങ്ങളെ കുറിച്ചൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇവർക്ക് നേരിട്ട് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കാരണം 15 വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകമാണ്. അന്നത്തെ ബന്ധങ്ങൾ ഇയാൾ ഒരുപക്ഷെ അതിന് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നും പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും സുഹൃത്തുക്കളുടെ പട്ടിക, അന്ന് അനിലിന് 15 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സുഹൃത്തുക്കളുടെ പട്ടിക തയ്യാറാക്കിയാണ് ഇപ്പോൾ അന്വേഷണം. ഈ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. മുൻപ് തിരിച്ചു കടത്തൽ വാഹനത്തിലെ ഡ്രൈവർ ആയിരുന്നു അനിൽകുമാർ. അതുകൊണ്ട് തന്നെ അനിലിന്റെ അഭിപ്രായ ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ളവയെ പറ്റി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 3 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. 21 അംഗ അന്വേഷണ സംഘമാണ്. അത് 3ആയി തിരിഞ്ഞാണ് അന്വേഷണം നടക്കുന്നത്. മാത്രമല്ല 3 പ്രതികളെയും 3 പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ പരിധിയിലുള്ള 3 പോലീസ് സ്റ്റേഷനുകളിലായാണ് 3 പ്രതികളുടെയും ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് നിലവിൽ പ്രതികളെ ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല ഈ പ്രതികളുടെ വീട്ടിലും പരിസരത്തും ഇന്നലെ തെരച്ചിൽ നടത്തിയിരുന്നു. ഇന്നും ഒരുപക്ഷെ തെരച്ചിലുണ്ടാകും. എന്നാൽ പ്രതികളുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ശരി.